ദേവഗിരി കോളേജിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഈസ്റ്റ് ഹില്ലിലേക്ക്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെളിവ് വേണോ? ഇപ്പൊ പല ആളുകൾക്കും തെളിവ് വളരെ ഗംഭീരമായിട്ട് വേണമെന്നേ. ചില ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ആരും വിശ്വസിക്കണ്ട. തെളിവോട് കൂടിയിട്ട് പറയുമ്പോഴെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ വിശ്വസിക്കണം. ഇനി കാര്യമൊന്നും പറഞ്ഞുതരാം കേട്ടോ. ആദ്യം വീഡിയോ ഒന്ന് ചെറുതായിട്ട് കാണണേ. അറിയിപ്പ് കിട്ടിയതും പോലീസ് സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തു. വാഹനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് മുഖ്യമന്ത്രി പോകുന്നതുവരെ ആ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടു. ഇതിനിടയിൽ രാമനാട്ടുകര ഭാഗത്തു നിന്നും മെഡിക്കൽ ഇത് കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നത് പിണറായി വിജയന്റെ കഥ പറയാന്ന്. അല്ല, ഇനി ഉമ്മൻചാണ്ടിന്റെ കഥ പറയാ. കുറച്ചു കാലം പുറകിലോട്ടെ ചില ആൾക്കാർ ഇതൊക്കെ മറന്നു പോവാന്നേ. നമ്മുടെ മലയാളികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വളരെ പെട്ടെന്നാണ് മറവി ബാധിക്കും. ഈ മറവി ബാധിക്കുന്ന എന്ത് കാര്യത്തിലാണെന്ന് അറിയാവോ? അത് കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ മറവി ബാധിക്കുന്നുള്ളൂ. അതെങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യത്തിലാണെങ്കിൽ ചരിത്രം എടുത്ത് വന്നാണ്ട് വിളമ്പും. ഇന്ന വർഷം ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് പിണറായി വിജയൻ ഇങ്ങനെ പോയായിരുന്നു എന്ന രീതിയിലൊക്കെ സംഗതി വിളമ്പിക്കളയും. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ബോധ്യമായിട്ടുണ്ടാവില്ല. അകമ്പടി വാഹനങ്ങളുടെ കണക്കാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ VD സതീശൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞത്, എൻ്റെ ഒപ്പമുള്ള അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഞാൻ കുറയ്ക്കും. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇതങ്ങനെ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു പിണറായി വിജയൻ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത്. അകമ്പടി വാഹനങ്ങളെ എണ്ണം കുറയ്ക്കണമെന്നാ പറഞ്ഞിരുന്നത്. പിന്നീട് ചില അക്രമകാര്യങ്ങളെല്ലാം റോഡ് സൈഡിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ സുരക്ഷാ ഏജൻസികളാണ് ഈ പറയുന്ന എണ്ണം കൂട്ടുന്നത്. പറയുന്നത് 40, 50, 60 വാഹനമൊക്കെ ഉണ്ടായിരുന്നത്. അല്ല, 15 വാഹനം ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടല്ലേ? ഇനി ഈ അകമ്പടി വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ വാഹനമൊക്കെ വളരെ കുറവായിരുന്നു. കോൺഗ്രസ് മന്ത്രിമാർ ഭരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് തീരെ അകമ്പടി വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരാരും റോഡ് തടുത്തിരുന്നില്ല. അവർക്ക് വളരെ ഈസി ആയിട്ട് പോകാമായിരുന്നു. ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് റോഡിലൂടെ നടക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ ദയവ് ചെയ്തിട്ടൊന്ന് കാണണം. ഉമ്മൻചാണ്ടി സാറ് പോകുന്ന ഒരു കാഴ്ചയാണ്. ദേവഗിരി കോളേജിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഈസ്റ്റ് ഹില്ലിലേക്ക്. അറിയിപ്പ് കിട്ടിയതും പോലീസ് സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തു. വാഹനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് മുഖ്യമന്ത്രി പോകുന്നതുവരെ ആ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടു. ഇതിനിടയിൽ നിങ്ങൾക്ക് ആ വാഹന വ്യൂഹം പോകുന്നതൊക്കെ കണ്ടില്ലേ? ഇനി ഇതിന്റെ ഇടയില് അന്ന് തീരെ ചർച്ച ചെയ്യാതെ പോയ ഒരു വലിയ സംഭവമുണ്ട്. വലിയ സംഭവം തന്നെ. പൊതുജനങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന സംഭവമാണ്. അതുകൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. രാമനാട്ടുകര ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തുന്നു. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയും. പോലീസ് ആംബുലൻസ് തടഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നുപോയതിനു ശേഷം മാത്രമാണ് ആംബുലൻസ് കടത്തിവിട്ടത്. എന്തോ ഭാഗ്യം, ഇതന്ന് മീഡിയ വണ്ണിൽ എടുത്തൊരു വാർത്തയായിരുന്നു. ഇന്നാണെങ്കിൽ മീഡിയ വൺ അത് ചെയ്യൂല. VD സതീശനുമായിട്ട് ചെറിയൊരു സ്നേഹബന്ധമുള്ളതുകൊണ്ട് ചിലപ്പോൾ മീഡിയ വണ്ണ് അതൊന്നും ചെയ്തെന്ന് വരില്ല. പക്ഷെ അന്ന് മീഡിയ വണ്ണ് ഇങ്ങനത്തെ ഒരു വാർത്ത കൊടുത്തായിരുന്നു. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത്, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് വലിയ അകമ്പടി വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ സമരം വിളിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടോളിയും ആ പോയോണ്ടിരിക്കുന്നത്. VVIPകളുടെ സുരക്ഷയ്ക്കായി സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പോലീസ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പതിവാണ്. ഇത് പലപ്പോഴും അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രോഗികളെ വരെ വലയ്ക്കാറുണ്ട്. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം സന്തോഷം. ഇത് അങ്ങനെ അവർ ചെയ്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ അത് കാണിച്ചു തരാൻ കഴിഞ്ഞു. ഇനിയിപ്പോ പലരും പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുമോ? എന്നാൽ സ്മൃതി പരുത്തിക്കാട് ഈ വാഹനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. കാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഒരു പുതിയ കാർ മേടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് നൽകുന്ന റോങ് മെസ്സേജ് ആയിരിക്കും. അതായത് താൻ തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുക എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അപ്പോൾ ആ തെറ്റായ സന്ദേശം നൽകില്ല. കാരണം അത്രയും സാമ്പത്തിക നില വഷളായി നിൽക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ചില മാതൃകകൾ സൃഷ്ടിക്കണം. അത് താൻ തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സഹിക്കലാണ്, എന്തോ ഒരു അപാരമായിട്ടുള്ള ത്യാഗമാണ് VD സതീശൻ സാർ ചെയ്യുന്നത് എന്ന രീതിയിലാണ് സ്മൃതി പരുത്തിക്കാട് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഖജനാവിൽ 6000 കോടി ബാക്കിയുണ്ടെന്നും ആ കാറ് വേണമെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കാമെന്നും ഒരു കുഴപ്പമില്ല. ആ കാറിന് എന്താ കുഴപ്പമെന്നെങ്കിലും ചോദിച്ചോടെ. ഇനി അതൊന്നും വേണ്ട. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സുരക്ഷയുള്ള കാറിൽ തന്നെ ആയിരിക്കില്ല VD സതീശൻ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കുക. അതേ കാറ് തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് 1ാം നമ്പർ ആക്കിയിട്ട് മുഖ്യമന്ത്രി കാറായിട്ട് ഉപയോഗിച്ചിട്ട് എന്താണെന്ന് പ്രശ്നം? അന്ന് അദ്ദേഹത്തിന് അത് പ്രശ്നമില്ലെങ്കിൽ ഇപ്പൊ എന്താണ് പ്രശ്നം?
എന്നാണ് ഇപ്പോൾ നമ്മളൊക്കെ ചോദിക്കേണ്ടത്. ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലേ നിങ്ങളൊക്കെ വിചാരിക്കും വേറെ എന്തൊക്കെയോ സംഗതിയാണെന്നൊക്കെ. ഒപ്പം തന്നെ ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഒരാളെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കേൾക്ക് കേട്ടോ. എവിടെ ഇതന്നെയാണോ നോക്കട്ടെ. അയ്യോ ഇതല്ല ഇതായിരിക്കണം. വി ഡി സതീശൻ പറഞ്ഞത് തന്റെ വാഹന വ്യൂഹം കുറയ്ക്കും എന്നുള്ളതാണ്. അത് വളരെ ജനകീയമായ ജനപ്രിയമായ ഒരു തീരുമാനമായിട്ട് ഇന്ന് എല്ലാവരും അംഗീകരിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നേതാക്കൾ ജനങ്ങളുടെ അടുത്താണ് നിൽക്കേണ്ടത്. ഒരു വലിയ കോട്ടയ്ക്കുള്ളിലോ ഏതെങ്കിലും വലിയ എസ്കോർട്ട് വാഹനത്തിനുള്ളിലോ ജനങ്ങളിൽ നകന്നു നിൽക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ജനാധിപത്യ ബോധം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനെ വി ഡി സതീശൻ പറഞ്ഞത് പ്രശ്നം വെച്ചാൽ വമ്പം പ്രശ്നമോ, ഇത് നമ്മുടെ കേരളത്തിൽ ആകെ തകർന്നു പോകുന്ന പ്രശ്നമോ അങ്ങനെ പറയാൻ പാടില്ലയൊന്നുമല്ല. വി ഡി സതീശൻ അങ്ങനെ പറയാം, പക്ഷെ ഇത് വി ഡി സതീശന്റെ തീരുമാനത്തിൽ പെടുന്ന ഒരു കാര്യമല്ല. അപഹസിക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ അടക്കം അത് ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറ്റായ നെറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് തെറ്റായ നെറേറ്റീവ്? 40 എസ്കോർട്ട് വാഹനങ്ങൾ ഉപയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. ഞാൻ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സമയത്ത് എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് വായിക്കാം. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: ദ സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ഡിസൈഡഡ് ടു സ്കെയിൽ ഡൗൺ ദ സർപ്ലസ് സെക്യൂരിറ്റി കവർ ദാറ്റ് വാസ് ബീങ് പ്രൊവൈഡഡ് ടു ഫോമർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ഫോളോയിങ് ദ ത്രെഡ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ സോളാർ സ്കാം ആൻഡ് ബാർ ബ്രൈബറി ഇഷ്യൂസ്. മനസ്സിലായ? ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ അകമ്പടി വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങള് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് അത്രയും വേണ്ട, അത് കുറയ്ക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് അന്ന് അകമ്പടി വാഹനങ്ങൾ ഉണ്ടാവേണ്ടി വന്നത്? അന്ന് അദ്ദേഹത്തിനെതിരെ സോളാർ സ്കാം ഉണ്ടായിരുന്നു. ആ സോളാർ സ്കാം ഉള്ള സമയത്ത് ഏത് നിമിഷം ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അകമ്പടി വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് അന്ന് പറയുന്നത്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ കോൺഗ്രസ്സുകാർ എന്തൊക്കെയോ അതിഭീകരമായിട്ട് മഹാത്യാഗം ചെയ്യുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നുള്ളതുകൊണ്ടാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു എന്റെ പ്രിയ പുന്നടങ്ങളെ. കേൾക്ക്. സെക്യൂരിറ്റി കവർ ഡ്യൂറിംഗ് ഹിസ് ടൈം ആസ് ഹോം മിനിസ്റ്റർ വുഡ് ഓൺലി ഹാവ് ആൻ എസ്കോർട്ട് thereafter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റി കവർ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അഥവാ സർപ്ലസ് സെക്യൂരിറ്റി കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു. മന്ത്രിമാർക്കടക്കം പൈലറ്റ് എസ്കോർട്ട് എന്ന രീതിയിൽ വലിയ വാഹനവ്യൂഹം കൊണ്ടുവരരുത് എന്ന തീരുമാനം എടുക്കുന്നത് പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പത്ര റിപ്പോർട്ട് തന്നെ വായിച്ചത്. അപ്പൊ ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് 40 വാഹനങ്ങൾ എന്ന നെഗറ്റീവിലേക്ക് വന്നത്? യഥാർത്ഥ 40 വാഹനം ഉണ്ടായിരുന്നില്ല, 15 വാഹനം ഉണ്ടായിരുന്നു. ഞാൻ പരിശോധിക്കുകയായിരുന്നു. Z+ കാറ്റഗറിയിൽ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചിരിക്കുന്നത് 7 ഒഫീഷ്യൽ വാഹനങ്ങളാണ്. അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മറ്റ് ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഈ Z+ കാറ്റഗറിയിലുള്ള മുഴുവൻ വാഹന വ്യൂഹവും ഉറപ്പാക്കിയത് എപ്പോഴാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ്. എപ്പോഴാണ് ഉമ്മൻചാണ്ടിക്കും ഈ Z+ കാറ്റഗറിയിൽ വാഹനങ്ങൾ കൂട്ടിയത്? ഉമ്മൻചാണ്ടി സർക്കാർ. മനസ്സിലായോ? ഇനിയിപ്പോൾ അധികം ഒന്നും പറയണ്ടല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെയുള്ള സുരക്ഷാ ചുമതലയുള്ള ആളുകൾ ഇതിനുള്ള വാഹനങ്ങളും ആളുകളെ തടയാനുള്ള ആളുകളൊക്കെ അതിൽ നിയമിക്കും എന്നുള്ളതാണ്. അതൊരു സ്വാഭാവികമായിട്ടും ഏതൊരു മുഖ്യമന്ത്രിക്കും നമ്മൾ നൽകേണ്ടതാണ്. എന്നാൽ അതേസമയം 3-4 ജീപ്പ് മാത്രമായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുള്ള സമയത്ത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് കുറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നെന്നും കോൺഗ്രസ്സുകാർക്ക് ഒട്ടും വാഹനങ്ങളില്ലാതെ, അകമ്പടി വാഹനമില്ലാതെ, സുരക്ഷാ വാഹനമില്ലാതെ നാട്ടുകാരുടെ ഇടയിൽ കൂടെ അങ്ങനെ നരങ്ങി പോവായിരുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ടല്ലോ, അത് ശരിയല്ല. പിണറായി വിജയൻ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും ഇതേപോലെ അതീവ സുരക്ഷാ മാർഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇപ്പോൾ വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹത്തിന് ഇപ്പം അത് വേണ്ട. ഇനി എങ്ങാനും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ത്രെട്ട് വരികയാണെങ്കിൽ ഇദ്ദേഹം ചോദിക്കാതെ തന്നെ ഇദ്ദേഹം അനുമതി ചോദിക്കുക. ഇദ്ദേഹത്തിന് അനുമതി പോലും ചിലപ്പോൾ ആ സമയത്ത് വേണ്ടി വരില്ല. അതിനുള്ള എല്ലാ സുരക്ഷയും ഇവിടെയുള്ള സുരക്ഷാ ഏജൻസികൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അത് ഇന്റലിജൻസ് വൃത്തങ്ങളുടെ നിർദ്ദേശവും മറ്റൊക്കെ അനുസരിച്ചാണ് അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അധികാരത്തിൽ എത്തിയിട്ടില്ല, അപ്പോഴേക്കും ത്യാഗിയായിട്ടൊക്കെ കണ്ട് വളർന്നു വരുന്നത് അത്ര ശരിയല്ല എന്നല്ല. വളർന്നോളൂ, ത്യാഗിയൊക്കെ ആയിക്കോളൂ. പക്ഷേ നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു ത്യാഗ മനോഭാവം അല്ലെങ്കിൽ ത്യാഗമുഖം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനിത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. താല്പര്യമുണ്ടാവുമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നുണ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടിലേക്ക് ഈ വീഡിയോ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ യാഥാർത്ഥ്യമുണ്ട്, സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വീഡിയോ സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവർക്ക് അയച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഞാൻ വിടവാങ്ങുന്നു. അടുത്ത കുറച്ച് 1-2 മണിക്കൂറിൽ വീണ്ടും പുതിയ വാർത്തകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ബൈ.